Press the bell button now. വെൽക്കം ഓൾ. ഞാൻ ഡോക്ടർ അഞ്ജിത, ഹാർവെസ്റ്റിന്റെ പ്രൊഡക്റ്റ് ട്രെയിനർ. ഇന്ന് നമ്മുടെ ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന്റെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിന്റെ പേഴ്സണൽ ഹൈജീൻ ആണ് നമ്മൾ നോക്കുന്നത്. 3 പ്രൊഡക്ട്സ് ആണ് ഇന്ന് നോക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചാനൽ, നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയുടെ ഒരു ചാനലാണ്. അപ്പം ഇതിലാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാംസും വരുന്നത്. അപ്പൊ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെയും ഓരോരോ പ്രൊഡക്റ്റ് ട്രെയിനിങ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താനെ ലഭിക്കുകയും ചെയ്യും, പ്രസ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് കടക്കാം. ആദ്യം തന്നെ പ്രൊഡക്റ്റ് നോളജ്. ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുമുള്ള വിശദമായിട്ടുള്ള ഒരു വിവരങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഈ ഒരു പ്രൊഡക്റ്റ് നോളജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ പ്രൊഡക്ട്സും എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് ആണ്, അല്ലെ? സ്കിൻ കെയർ, ബോഡി കെയർ, നമ്മുടെ ഓറൽ കെയർ, ഹെയർ കെയർ ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഹെയർ കെയർ ഒക്കെ ആണെങ്കിൽ എന്തിനാണ് അത് ഉപയോഗിക്കേണ്ടത്? ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്ട്സിന്റെ ആവശ്യമുണ്ടോ ശരിക്കും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ? ആ ഒരു പ്രൊഡക്റ്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? അത് എപ്രകാരമാണ് നമ്മളുടെ കേശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരു വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി നമ്മുടെ ഈ ഒരു പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് വരുന്ന പറയുമ്പോഴാണ് അത് കേൾക്കുന്ന ഒരാൾക്കും നമ്മുടെ പ്രൊഡക്ട്സിനോട്, നമ്മുടെ കമ്പനിയോട് ഒരു കോൺഫിഡൻസ് വരികയുള്ളൂ. ശരി, ഉപയോഗിക്കാം എന്ന് അവർക്ക് തോന്നുകയുള്ളൂ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുമുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഏവർക്കും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ഒരു കാര്യത്തിൽ വളരെ നിർബന്ധം ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് അറിവ് നൽകുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് ട്രെയിനിങ്ങും നമ്മുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ്. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ അറിവ് നേടുന്നതിലൂടെ നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ്. നമ്മുടെ ഫേസ്ബുക്കിലെ ഈ ഒരു പേജില് എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റ്സും ഒക്കെ, നമ്മളുടെ പ്രോഗ്രാം റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു പേജിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ആയുർവേദത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എലമെന്റ്സ് വെൽനെസിന്റെയും ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൺ ആൻഡ് ഓണിന്റെ പ്രൊഡക്ട്സും നോക്കിയിരുന്നു. അപ്പം ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് ആണ്, അല്ലെ? ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ അവസാനത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവസാനത്തെ ദിവസത്തിൽ നമ്മൾ 3 പ്രൊഡക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നത്, ഓരോ പ്രൊഡക്ട്സിനെയും വളരെ സൂക്ഷ്മമായിട്ട് അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസിനെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ KC ഗവണ്ടൻ സർ ആണ്. അദ്ദേഹമാണ് നമ്മുടെ ഹോം ആൻഡ് പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിന്റെ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ. അദ്ദേഹത്തിന് 45 വർഷത്തെ എക്സ്പീരിയൻസ് ആണുള്ളത്. പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ്, ഹിന്ദുസ്ഥാൻ ലിവർ, ബൽസാര, ഡാബർ മുതലായ കമ്പനീസിലൊക്കെയും അദ്ദേഹം ഡയറക്ടർ പോസ്റ്റിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം PhD കരസ്ഥമാക്കിയിട്ടുള്ളത് IIT മുംബൈയിൽ നിന്നുമാണ്. 45 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെ? ഭയങ്കര വലിയൊരു അറിവ് ആണ് അദ്ദേഹത്തിന്റെ കൈകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പേഴ്സണൽ കെയർ ബ്രാൻഡ്സ് പൊതുവെ അറിയാം, അല്ലെ? പേഴ്സണൽ കെയർ ബ്രാൻഡ്സ് നമ്മളുടെ സ്കിന്നിലായാലും ഹെയറിലായാലും ഓറലിലായാലും ഒക്കെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ വളരെ കെയറോടുകൂടി, വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് നമ്മുടെ സ്കിൻ ആയാൽ തന്നെയും, അല്ലെ? ഹെയർ ആയാൽ തന്നെയും. എന്തെങ്കിലും ഒന്ന് ഇപ്പൊ മോശമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് നമ്മൾ എന്ത് ഗുണത്തിനാണോ ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് അതിന്റെ എതിർ അല്ലെ, അതിന്റെ വിപരീത ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് ആപ്റ്റ് അല്ല, നിങ്ങൾക്ക് യോജിച്ചതല്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ പ്രൊഡക്റ്റിലെയും ഇൻഗ്രീഡിയൻസിനെ സെലക്ട് ചെയ്യാനായിട്ടില്ല. ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ ഡോക്ടർ KC ഗവണ്ടൻ സർ, അദ്ദേഹം പറയുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 4 വശങ്ങളും വളരെയധികം ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഒരു പ്രൊഡക്റ്റിനെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പേഴ്സണൽ കെയർ ബ്രാൻഡ്, പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് അദ്ദേഹത്തിന്റെ കൈകളിൽ തീർത്തും സുരക്ഷിതം തന്നെയാണ്.
നമുക്ക് എല്ലാവർക്കും അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു 2019 ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായിട്ട് എക്കണോമിക് ടൈംസ് MI ലൈഫ് സ്റ്റൈലിന്റെ സ്റ്റാർ ബ്രാൻഡായിട്ടുള്ള എലമെന്റ്സ് വെൽനെസ്സിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ലോഞ്ച് ചെയ്ത് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം നേടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ എലമെന്റ്സ് വെൽനെസ് ബ്രാൻഡില് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യുന്നില്ല. അതേ എലമെന്റ്സ് വെൽനെസ് ബ്രാൻഡിന്റെ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരോടും ഒരു ചോദ്യം, എല്ലാവരും എന്താണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം? എന്താണ്? ഒന്നാമത്തെ കാര്യമാണ് ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്നല്ലേ. ഇന്നിപ്പം ഈ ഒരു കോവിഡ് കാലത്ത് എല്ലാവരും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾക്ക് പിന്നാലെയാണ് ഓടുന്നത്. രോഗമൊന്നും വരാതെ അല്ലെ തന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള പ്രൊഡക്ട്സ്, അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഔഷധങ്ങൾക്ക് പിറകെയാണ് നമ്മുടെ സമൂഹം ഇന്ന് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്നും കൂടി നമ്മൾ ഓരോരുത്തരും ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? നന്നായിട്ട് കാണാനും കൂടി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. നല്ല മനോഹരമായിട്ട് കാണാനും കൂടി നമ്മൾ ആഗ്രഹിക്കുന്നു. നല്ലൊരു സ്കിൻ ടോൺ നല്ലതായിരിക്കണം, നല്ലൊരു ഹെയർ ആയിരിക്കണം, ഡാൻഡ്രഫോ ഒന്നുമില്ലാതെ നല്ല ഹെയർ ആയിരിക്കണം, നല്ലൊരു ഓറൽ അല്ലെ, സംസാരിക്കുമ്പോൾ ദുർഗന്ധമോ ഒന്നും വരാത്ത, അല്ലെങ്കിൽ പല്ലില് കറയോ അങ്ങനെ ഒന്നും വരാതെ നല്ലൊരു ഓറൽ കെയർ, നല്ലൊരു ബോഡി സ്കിൻ കെയർ ഒക്കെയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഫീലിംഗ് ഗുഡ്, അതായത് ആരോഗ്യത്തിന്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഓൺ ആൻഡ് ഓണിന്റെയും എലമെന്റ്സ് വെൽനെസിന്റെയും വരുന്നുണ്ട്. ഇനി നന്നായിട്ട് കാണാനായിട്ട്, മനോഹരമായിട്ട് കാണാനായിട്ടും നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് അല്ലെ. ഓരോ സ്കിൻ കെയർ, നമ്മളുടെ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ നമ്മളുടെ ബോഡി കെയർ പ്രൊഡക്ട്സ് നമ്മൾ നോക്കിയിരുന്നു. അങ്ങനെ ഓരോ ഭാഗങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സും നമ്മുടെ കൈകളിൽ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത്? നമ്മൾ അകത്തെ സംരക്ഷണത്തോടൊപ്പം തന്നെ പുറത്തെ സംരക്ഷണത്തിനും കൂടിയിട്ടും പ്രാധാന്യം നൽകുന്നുണ്ട്. അത്തരത്തിൽ പ്രാധാന്യം നൽകുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താണത്? അതായത് ഫസ്റ്റ് ഇംപ്രഷൻ, ഒരു വ്യക്തി നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയെ ചൊല്ലി, ആ വ്യക്തിയെ പറ്റിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു ഇംപ്രഷനെയാണ് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരിക്കലും ഒരു സെക്കൻഡ് ചാൻസ്, രണ്ടാമതൊരു അവസരം നമ്മൾക്ക് ആർക്കും ലഭിക്കുന്നില്ല. ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അത്ര നന്നായിരിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇന്റർവ്യൂസിലൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, ആദ്യം ആ ഒരു ഇന്റർവ്യൂ ബോർഡ് നോക്കുന്നത് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെ. ആ ഒരു എപ്രകാരമാണ്, നല്ല വെൽ ഓക്യുപ്പൈഡ് ആയിട്ടാണോ ആള് വന്നിട്ടുള്ളത്, എന്നാണ് വെൽ ഡ്രസ്ഡ് ആയിട്ടാണോ വന്നിരിക്കുന്നത്, ആളുടെ ഒരു അല്ലെ ആ ഒരു കാര്യമാണ് ആദ്യമായിട്ട് ഇന്റർവ്യൂ ബോർഡ് നോക്കുന്നത്. അതിനുശേഷമാണ് നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് നോക്കുന്നത്. അതിന് പുറമെ നിങ്ങൾ ഭയങ്കര ഭയങ്കര മലിനമായിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ച് അല്ലെ സംസാരിക്കുമ്പോഴത്തേക്കും, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ദുർഗന്ധമാണ് വരുന്നത്, അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും ദുർഗന്ധമായിട്ടുള്ള ഒരു മണം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ആള് നിൽക്കുവോ? ഇല്ല. അതൊരു ബാഡ് ഇംപ്രഷൻ ആണ് അല്ലെ നിങ്ങളുടെ മേലെ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ഒരുപാട് ആൾക്കാരോടാണ് സംസാരിക്കേണ്ടി വരുന്നത്. അപ്പം നിങ്ങളത് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ ഇതുവഴി നൽകുന്നത്, ഈ ഒരു ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ് വഴി നിങ്ങൾക്ക് നൽകുന്നത് ഓരോ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുമുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വിവരമാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന വിവരങ്ങൾ കേൾക്കാനായിട്ട് ആളൊന്ന് നിന്ന് തരണ്ടേ അല്ലേ. അതേസമയം ഇപ്പം ഭയങ്കര ദുർഗന്ധമൊക്കെയാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വരുന്നത് എങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം കേൾക്കാനായിട്ട് ആള് നിൽക്കുവോ? ഇല്ല. നിങ്ങളുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെടണം എന്നേ വിചാരിക്കും അല്ലെ. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു നമ്മളുടെ ഫസ്റ്റ് ഇംപ്രഷൻ, നമ്മളുടെ ഒരു ലുക്ക് നല്ലതാക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും, പല്ലിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും, മോണയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും, സ്കിൻ കെയറിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ MI ലൈഫ് സ്റ്റൈല് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം FMCG എന്താണ്, FMCG മാർക്കറ്റ് എന്താണ് എന്ന്. FMCG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, അതായത് വളരെ വേഗത്തിൽ വിറ്റഴിക്കപ്പെട്ടു പോകുന്ന വസ്തുക്കൾ, ഈ പറയുന്നതാണ്. അതായത് FMCG മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 4ാമത്തെ വലിയ ഒരു സെക്ടർ ആണ് ഇന്ത്യൻ എക്കണോമിയിൽ. ഇതിന്റെ തന്നെ 50% വരുമാനം വരുന്നത് ഇതിൽ നിന്നുമാണ്, ഹൗസ് ഹോൾഡ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സിൽ നിന്നുമാണ് വരുന്നത്.
ഈ FMCG മാർക്കറ്റിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 3.4 ലക്ഷം കോടിയാണ്. അതിന്റെ തന്നെ 45% വരുന്നത് റൂറൽ പ്രദേശങ്ങളിൽ നിന്നുമാണ്, അതായത് ഉൾപ്രദേശങ്ങളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുമാണ്. അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ആ റൂറൽ പ്രദേശങ്ങൾ, ആ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവർ പോലും ഇതിന് ഈ ഒരു ഇത്തരത്തിലുള്ള വളരെ വേഗത്തിൽ വിറ്റഴിക്കപ്പെടുന്ന വസ്തുക്കൾ വാങ്ങിക്കുന്നുണ്ട്, അത് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഏറ്റവും വളരെ വേഗത്തിൽ വിറ്റഴിക്കപ്പെട്ടു പോകുന്ന ഈ വസ്തുക്കളെ നമ്മൾക്ക് 3ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് 3? ഫുഡ്, ഹെൽത്ത് കെയർ, ഹോം ആൻഡ് പേഴ്സണൽ കെയർ. ഇതിൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തതായിട്ടുള്ളതാണ് ഹോം ആൻഡ് പേഴ്സണൽ കെയർ എന്ന് പറയുന്നത്. ഈ ഹോം ആൻഡ് പേഴ്സണൽ കെയറിനെ നമ്മൾക്ക് വീണ്ടും 3ആയിട്ട് തരംതിരിക്കാം. പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിനെ ഏതൊക്കെയാണ്? സ്കിൻ കെയർ. സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തൊലിയുടെ സംരക്ഷണം, നമ്മുടെ മുഖത്തിന്റെയും അതേപോലെ നമ്മുടെ ശരീരത്തിന്റെയും സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉള്ള അതിന് വേണ്ടിയിട്ടുള്ളത്. അതിന്റെ ആ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 11,500 crores ആണ്. ഹെയർ കെയർ, മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 23,000 കോടിയാണ്. ഓറൽ കെയറിന്റെ ആണെങ്കിലോ 14,000 കോടിയാണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ. അപ്പം വളരെ വിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സിനെ യഥേഷ്ടം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ഇത്രയും വലിയൊരു വാല്യൂ ആണ് നമ്മൾക്ക് വളരെ ഉള്ള ഒരു ലാഭം നമ്മൾക്ക് നേടാനായിട്ട് സാധിക്കും. ഈ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിനെ ഏതൊക്കെയാണ് വരുന്നത്? ഒരുപാട് കോസ്മെറ്റിക്സ് വരുന്നുണ്ട്, പെർഫ്യൂംസ് വരുന്നുണ്ട്, ഡിയോഡ്രൻസ് വരുന്നുണ്ട്, സോപ്സ് ഒക്കെയും വരുന്നുണ്ട്. ഹോം കെയറിലാണെങ്കിലോ നമ്മളുടെ വീടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലോറിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിറ്റർജൻസ്, ഡിഷ് വാഷ് ഒക്കെയാണ് വരുന്നത്. ഇനിയും ഒന്നുകൂടി ഈ ഒരു പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിനെ നമ്മൾക്ക് ഈ പറഞ്ഞു നമ്മളല്ലേ സ്കിൻ കെയർ, ഹെയർ കെയർ, ഓറൽ കെയർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ഈ 3 വിഭാഗങ്ങളിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്കിൻ കെയറിൽ എന്തൊക്കെയാണ്? നമ്മളൊരു സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തേതാണ് ഫെയർനെസ്, കുറച്ചൊന്ന് കളർ ഒന്ന് ബ്രൈറ്റൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ ഫെയർനെസ് തരുന്ന ഉൽപ്പന്നങ്ങളായിരിക്കണം. പിന്നെയോ സണ്ണിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നതായിരിക്കണം. ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. നമ്മുടെ സ്കിന്നിൽ ഒരു തരത്തിലുള്ള ചുക്കും ചുളിവുകളും ഒന്നും ഇല്ലാത്തതായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ പ്രൊഡക്ട്സ് അണ്ടർ നമ്മുടെ കണ്ണിന്റെ അടിയിലുള്ള ഒരു കറുപ്പ് നിറമൊക്കെ മാറ്റുന്നതിന് സഹായിക്കുന്നതായിട്ടുള്ള ഒരു പ്രൊഡക്ട്സ്. ഇതൊക്കെയാണ് നമ്മളൊരു സ്കിൻ കെയർ റേഞ്ചിൽ നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നത്. ഹെയർ കെയറിലാണെങ്കിലോ നല്ലതായിട്ട് ഒരു ഷാംപൂ, ആന്റി ഡാൻഡ്രഫ് ഷാംപൂ വേണം. പ്ലസ് കണ്ടീഷണേഴ്സ്, തലയിൽ എല്ലാ ദിവസവും തേച്ച് കുളിക്കാനായിട്ട് ഒരു നല്ലൊരു ഹെയർ ഓയിൽ, ഹെയർ സ്റ്റൈലിംഗ് പ്രോഡക്ട്സ്. ഓറൽ കെയറിലാണെങ്കിലോ നല്ലൊരു ടൂത്ത് പേസ്റ്റ്, നമ്മളുടെ മോണയുടെയും പല്ലിന്റെയും ഒക്കെ സംരക്ഷണം നൽകുന്നത്, യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഒന്നും ഇല്ലാത്തതായിട്ടുള്ള വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂത്ത് പേസ്റ്റ്, ഒരു ടൂത്ത് പൗഡർ പ്ലസ് ഒരു ടൂത്ത് ബ്രഷ് ഒക്കെയാണ് നമ്മൾ ഓറൽ കെയറിൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഈ ഒരു FMCG മാർക്കറ്റിലേക്ക് നമ്മുടെ MI ലൈഫ് സ്റ്റൈല് കടന്നു കയറിയിട്ടുള്ളത് 3 ബ്രാൻഡുകളുമായിട്ടാണ്. എലമെന്റ്സ് വെൽനസ്, ഓൺ ആൻഡ് ഓൺ, ന്യൂ സ്റ്റാർ. ഈ ഒരു 3 ബ്രാൻഡുകളും വളരെ നല്ല ബ്രാൻഡാണ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എലമെന്റ്സ് വെൽനസിന്റെ പേഴ്സണൽ ഹൈജീനിന് വേണ്ടിയിട്ടുള്ള 3 പ്രൊഡക്റ്റുകളാണ്. ഏതൊക്കെയാണ് ആ 3 പ്രൊഡക്റ്റുകൾ? ആക്റ്റീവ് ഫ്രഷ് ഷേവിംഗ് ജെല്ല്, അതേപോലെ ഹാൻഡ് വാഷ്, ഒരു മോയ്സ്ചറൈസിങ് ഹാൻഡ് വാഷ്, പ്ലസ് പ്രൈവി വാഷ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൈവി വാഷ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ഒരു പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, സ്ലൈഡ്സിലൊക്കെ തന്നെയും മുഴുവനും സ്ത്രീകളുടെ പടമാണ്. അവരുടെ ഹെയർ കെയർ ആയിക്കോട്ടെ, മുടിയുടെ സംരക്ഷണത്തിനാണെങ്കിൽ ഫുൾ സ്ത്രീകളുടെ ഹെയറും അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്കിന്നും ഒക്കെയായിരുന്നു മുഴുവൻ സ്ലൈഡ്സിലും ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എന്നും കരുതി നിങ്ങൾ ഇത് സ്ത്രീകൾക്കാണ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു അർത്ഥമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം കുറച്ചുകൂടി സ്ലൈഡ്സ് അട്രാക്റ്റീവ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഹെയർ കെയറിലൊക്കെ നമ്മൾ സ്ത്രീകളുടെ പടമല്ലേ വെക്കുക, നല്ല നീണ്ട മുടി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം നിങ്ങൾ പുരുഷന്മാർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്ക് ഒരു വിഷമം നേരിട്ടിട്ടുണ്ടാവും എന്താണ്, ഫുൾ സ്ത്രീകളുടെ ഫോട്ടോസ് ആണല്ലോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്നത് എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിനായിട്ട് ഇന്ന് നമുക്ക് ആദ്യം തന്നെ നമ്മൾക്ക് എന്ത് നോക്കാം? നമുക്ക് ആക്റ്റീവ് ഫ്രഷ് ഷേവിംഗ് ജെൽ, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റീവ് ഫ്രഷ് ഷേവിംഗ് ജെൽ എന്താണ് എന്നും അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതും എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ഷേവിംഗ് ജെല്ലാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ഷേവിംഗ് ജെല്ലിന്റെ ആവശ്യം ഉള്ളത്?
നമുക്കറിയാം ഈ ഒരു താടിയിലുള്ള ആണുങ്ങളുടെ പുരുഷന്മാരുടെ താടിയിലുള്ള രോമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള, ഭയങ്കര കട്ടിയാർന്ന രോമമാണ്. ഓരോ രോമവും ഭയങ്കര കട്ടിയായിട്ടുള്ള ഒരു രോമമാണ്. അപ്പം ഒരു ഷേവിങ്ങിൽ എന്ന് പറയുമ്പോഴത്തേക്കും 25,000-ഓളം ഹെയേഴ്സ് ആണ്, രോമങ്ങളാണ്, മുടികളാണ്, നാരുകളാണ്, ഹെയേഴ്സ് ആണ് ഒരു പ്രാവശ്യത്തെ ഷേവിങ്ങിൽ നിന്നും പോകുന്നത്. 25,000-ഓളം ഹെയേഴ്സ് ആണ്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം ഷേവ് ചെയ്യാനായിട്ട്, അല്ലെ? അത് ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ളതാണ്. കാരണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകളും ഒക്കെ, അല്ലെ? നന്നായിട്ട് ഷേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുറിവുകളൊക്കെ ഉണ്ടാകും, അല്ലെ? അപ്പം വളരെയധികം കെയർ കൊടുത്ത്, വളരെ സംരക്ഷണം കൊടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നാണ് ഈ റേസർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടക്ഷൻ, അല്ലെ, സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ നൽകേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ ആണ് ഷേവിംഗ് ക്രീം നിങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ ഈ ഒരു ഷേവിംഗ് ക്രീം ഇതേ പ്രൊട്ടക്ഷൻ തന്നെയാണ് നൽകുന്നത്. പ്ലസ് അഡീഷണൽ ആയിട്ട് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രൊഡക്ട്സിന്റെ ഒക്കെ വളരെ മുകളിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ആക്റ്റീവ് ഫ്രഷ് ഷേവിംഗ് ജെല്ല് കൊണ്ട് നിങ്ങൾക്ക് ജെല്ല് ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് 4 ഗുണങ്ങളാണ്, 4 പ്രധാന കർമ്മങ്ങളാണ് ഒരു ഷേവിംഗ് ജെല്ല് നിർവഹിക്കേണ്ടത്. എന്തൊക്കെയാണ് ആ 4 പ്രധാന കർമ്മങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാമത്തേതാണ് ഹൈഡ്രേഷൻ, രണ്ടാമത്തേതാണ് ലൂബ്രിക്കേഷൻ, മൂന്നാമത്തേത് ട്രാക്കിംഗ്, നാലാമത്തേത് സൂത്തിങ് ആൻഡ് റിഫ്രഷിങ്. അപ്പം നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ആദ്യത്തേതാണ് ഹൈഡ്രേറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു മോയ്സ്ചർ, അല്ലെ? ഷേവിംഗ് ക്രീം എന്തിനാണ്? ഒരു ഈർപ്പം, ഒരു നനവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അതായത് നമ്മുടെ ആ ഒരു താടിയിൽ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഈർപ്പം നിലനിർത്തുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞു താടിയിലെ രോമം എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ളതാണ്. അപ്പം ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഷേവിംഗ് സെറ്റ് ഉപയോഗിച്ചിട്ട് വലിക്കുന്നത് സ്കിന്നിന് മോശമല്ലേ, അല്ലെ? അപ്പം വളരെ ലൈറ്റ് ആയിട്ട്, വളരെ മൃദുത്വത്തോടു കൂടി, വളരെ ഈസി ആയിട്ട് ഷേവിംഗ് സെറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, ബ്ലേഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ള ഒരു കർമ്മമാണ് ആദ്യത്തെ കർമ്മം. അതാണ് ഹൈഡ്രേഷൻ. നിങ്ങളുടെ സ്കിന്നിന് ഒരു മോയ്സ്ചർ നൽകുക, അതുവഴി വളരെ മിതമായിട്ടുള്ള ഒരു അളവിൽ, അത്രയും ചെറിയൊരു ഫോഴ്സിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ള ഒരു കർമ്മം ചെയ്യുന്നതായിരിക്കണം, അല്ലെ? രണ്ടാമത്തേതാണ് ഒരു ലൂബ്രിക്കേഷൻ, ഒരു നുലവ് വരുത്തണം. അതായത് ഞാൻ പറഞ്ഞു വളരെ കെയർ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെ, ഷേവ് ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഈ ഒരു ബ്ലേഡും ആ ഒരു റേസർ, ആ ഒരു ബ്ലേഡും അതുപോലെ സ്കിന്നിന്റെയും ഇടയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് ഈ ഷേവിംഗ് ജെല്ല് നിങ്ങൾക്ക് നൽകുന്നത്. എങ്ങനെ? എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിലോ അല്ലെങ്കിൽ റെഡ്നെസ്സോ, രക്തത്തിന്റെ, അല്ലെ, അതായത് എന്താണ്, രക്ത കളറിൽ വരാതെയോ, റെഡ് കളറിൽ വരാതെയോ, എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷനോ പുകച്ചിലോ ഒന്നും വരാതെ, പ്ലസ് മുറിവ് ഒന്നും വരാതെ സംരക്ഷിക്കുക ഒന്നും കൂടി ചെയ്യുന്നതാണ്. അതാണ് ഒരു നുലവ് വരുത്തുക, ഒരു ലൂബ്രിക്കേറ്റിംഗ് എഫക്റ്റും കൂടിയിട്ടാണ് ഒരു ഷേവിംഗ് ജെല്ല് നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെയോ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇത്രയും, അല്ലെ, ഞാൻ പറഞ്ഞു ഒരു യൂസിൽ, ഒരു പ്രാവശ്യത്തെ ഒരു ഷേവ് ചെയ്യുമ്പോഴത്തേക്കും 25,000-ഓളം രോമങ്ങളാണ് പോകുന്നത് എന്ന്. അപ്പം അത്രയും രോമങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യണം, അല്ലെ, ഫേസിൽ നിന്നും. അപ്പൊ ഒരു ട്രാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഒന്നിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാം, അല്ലെ, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഷേവ് ചെയ്തിട്ടുള്ളത്, ഇനിയും ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഷേവ് ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നും കൂടിയാണ്. അതായത് ട്രാക്കിംഗ്, ഏതൊക്കെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗവും മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതും കൂടി ചെയ്യണം, അല്ലെ? അതാണ് ഈ ട്രാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് സൂത്തിങ് ആൻഡ് റിഫ്രഷിങ്. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓവറോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവണം, അല്ലെ? പുറമേ അകത്ത് ഒരു ഫ്രഷ്നെസ്, ഒരു റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകണം. അതും കൂടിയിട്ടാണ് ലഭിക്കേണ്ടത്. അപ്പം അത്തരത്തിൽ ഈ പറഞ്ഞ 4 കർമ്മങ്ങളും ചെയ്യുന്ന, വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആക്റ്റീവ് ഫ്രഷ് ഷേവ് ജെൽ. ഗ്ലൈഡോ മാക്സ് ഫോർമുലയാണ്. അതായത് വളരെ എളുപ്പത്തിൽ നിങ്ങൾ റൈസർ ഉപയോഗിച്ചിട്ട്, നിങ്ങൾ ഷേവിംഗ് സെറ്റ് ഉപയോഗിച്ചിട്ട് ഷേവ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഷേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ
ഗ്ലൈഡോമാക്സ് ഫോർമുല വെച്ചിട്ട് ഉള്ള നമ്മുടെ ആക്റ്റീവ് ഫ്രഷ് ഷേവിംഗ് ജെല്ല്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് നോക്കാം. ആദ്യമായിട്ട് തന്നെ മൈൽഡ് സോപ്പ് കോംപ്ലക്സ് ആണ് ഇതിലുള്ളത്. അതായത് മാരകങ്ങളായിട്ടുള്ള ഒരു സോപ്പുമല്ല, മൈൽഡ് ആയിട്ടുള്ള ഒരു സോപ്പാണ്. വളരെ വേഗത്തില് ഷേവിംഗ് ബ്ലേഡിന് വളരെ വേഗത്തില് സ്കിന്നിലൂടെ സഞ്ചരിക്കാൻ, താടിയിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുക എന്നുള്ളൊരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഒരു തരത്തിലുമുള്ള നീർക്കെട്ടുകളോ മുറിവുകളോ ഒന്നും വരുത്താതെ ഇരിക്കാനും കൂടി ഒരു സംരക്ഷണമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതോടൊപ്പം ഇതിൽ ചേർത്തിട്ടുള്ളതാണ് അലൻടോയിൻ എന്ന് പറയുന്നത്. സാധാരണ ഉണ്ടാകുന്ന നമ്മുടെ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ഷേവിംഗ് ജെല്ലിലൊക്കെ അലോയ് വേറ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ആക്റ്റീവ് ഫ്രഷ് ഷേവിംഗ് ജെല്ലിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? അലൻടോയിൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് അലൻടോയിൻ? അലൻടോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോംഫ്രേ, കാമോമൈൽ തുടങ്ങിയ ഫ്ലവേഴ്സിൽ നിന്നുമൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് വേർതിരിച്ചെടുത്തിട്ടുള്ളതാണ് അലൻടോയിൻ എന്ന് പറയുന്നത്. അതിന്റെ കർമ്മം എന്താണ്? അത് നല്ലൊരു സ്മൂത്ത് ആയിട്ട് ഷേവ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അതിനെ ഉണക്കാനും കൂടി സഹായിക്കുന്ന ഒന്നാണ് അലൻടോയിൻ എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു അലൻടോയിൻ ചേർന്നിട്ട് വരുന്ന പ്രൊഡക്റ്റ് ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയില്ല. അടുത്തതാണ് കറ്റാർ വാഴ. കറ്റാർ വാഴ നമ്മളുടെ മുന്നേയും ഒരുപാട് പ്രൊഡക്ട്സിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ. കറ്റാർ വാഴ ഷേവ് ജെല്ലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഒരു മോയ്സ്ചറൈസർ അല്ലെ, മോയ്സ്ചറൈസ് ചെയ്യുകയാണ്. നമ്മുടെ സ്കിന്നിനെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഈർപ്പത്തെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള എരിച്ചിലോ പുകച്ചിലോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതോടൊപ്പം തന്നെ മുറിവുകളെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണക്കാനും കൂടി സഹായിക്കുന്ന ഒന്നാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇതിൽ ചേർന്നിട്ടുള്ളത്? മിനറൽ കോംപ്ലക്സും ചേർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ എല്ലാ സ്കിൻ കെയർ, ബോഡി കെയറിലും ഒക്കെയും എന്തടങ്ങിയിട്ടുണ്ട്? മിനറൽസ് അടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം എല്ലാ സ്കിൻ കെയറിലും ബോഡി കെയറിലും ഒക്കെ ഈ ഒരു മിനറൽസ് വേണം എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ ഷേവ് ജെല്ലിലും കൂടിയിട്ട് മിനറൽസ് ആവശ്യമല്ലേ? തീർച്ചയായും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റില് സിങ്കും കോപ്പറുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പൊ സിങ്ക് എന്താണ്? സിങ്കിന്റെ കർമ്മം എന്തെങ്കിലും മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അതിനെ ഉണക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മിനറൽ ആണ് സിങ്ക്. അതോടൊപ്പം കോപ്പറും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്താണ് കോപ്പർ? കോപ്പർ നമ്മുടെ കൊളാജിന്റെയും ഇലാസ്റ്റിന്റെയും അളവിനെ വർദ്ധിപ്പിക്കുന്നു. അപ്പം സ്കിന്ന് നല്ല ഒരു ടൈറ്റ് ആയിട്ടിരിക്കുന്നു, തൂങ്ങുകയൊന്നും ചെയ്യുന്നില്ല, നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നു, ചുക്കും ചുളിവുകളും ഒന്നും വരാതെ സംരക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. പ്ലസ് അതോടൊപ്പം തന്നെ എന്തും കൂടി ചെയ്യുന്നു? സെബം അല്ലെ, നമ്മളുടെ സ്കിന്നില് സെബീഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. അതായത് ഓയില്, എണ്ണ പുറത്തേക്ക് ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള ഗ്രന്ഥികളുണ്ട്. അപ്പൊ അത്തരത്തിൽ വരുന്ന ആ ഒരു ഓയിലിനെ, ആ ഒരു സെബത്തെ കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒന്ന് നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നു. അതിൽ നടക്കുന്ന ആ ഒരു സെബത്തിന്റെ ഉൽപാദനത്തെ നിയന്ത്രിച്ചു കൊണ്ട് പോകാനും കൂടി ഈ മിനറൽസ് ആഡ് ചെയ്യുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ടുള്ളതാണ് മൈൽഡ് സർഫക്റ്റന്റ് ചേർത്തിട്ടുണ്ട്. ഏത് മൈൽഡ് സർഫക്റ്റന്റ് ആണ്? സോഡിയം ലോറൈൽ സാർക്കോസിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം സർഫക്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതയ്ക്കാനായിട്ട് സഹായിക്കുന്നത്, ജെന്റിൽ അല്ലെ, വളരെ സ്മൂത്ത് ആയിട്ടുള്ളതാണ്. ഒരു തരത്തിലുമുള്ള ഇറിറ്റേഷൻ ഒന്നും നിങ്ങളുടെ സ്കിന്നിൽ ഇത് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്നില്ല. അപ്പം എന്തൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നോക്കിയപ്പോ തന്നെ അല്ലെ മൈൽഡ് ആയിട്ടുള്ള സർഫക്റ്റന്റ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളുടെ സ്കിന്നില് നല്ലൊരു ഈർപ്പം, ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ വരുത്തുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ അലൻടോയിൻ അടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ അലൻടോയിൻ ചേർന്ന് വരുന്ന പ്രൊഡക്ട്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അലൻടോയിൻ പ്ലസ് കറ്റാർ വാഴ ചേർന്നിട്ടുണ്ട്. നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു ഷേവിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇത് നൽകുന്നത്. അതോടൊപ്പം തന്നെ മിനറൽ കോംപ്ലക്സുകൾ ആയിട്ടുള്ള സിങ്കും കോപ്പറും നമ്മുടെ ഈ ഒരു ആക്റ്റീവ് ഫ്രഷ് ഷേവ് ജെല്ലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ആ ഒരു ജെല്ല് കയ്യിലേക്ക് എടുക്കുക, എന്നിട്ട് നല്ല പോലെ സ്കിന്നില് മസാജ് ചെയ്യുക. ഒരു ക്രീമി ലെതർ അപ്പോഴത്തേക്കുമാകും. അതിനുശേഷം നിങ്ങൾക്ക് ഷേവ് ചെയ്യാവുന്നതാണ്. ഇത് എല്ലാ തരത്തിലുള്ള സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളതാണ്. എല്ലാ സ്കിന്നുകാർക്കും ഒരു പാർശ്വഫലവും ഇല്ലാതെ ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്താണ് സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസ്? അതായത് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിലും ആക്റ്റീവ്
ആക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ കർമ്മം കൃത്യമായിട്ട് നിർവഹിക്കുന്നത്, വളരെ വേഗത്തിൽ നിർവഹിക്കുന്നത്. അത്തരത്തിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിലും ഉണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ പ്രൊഡക്ട്സിൽ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയും ഈ പറഞ്ഞ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഈ പ്രൊഡക്റ്റിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കിയിട്ട് സർട്ടിഫൈ ചെയ്ത് ലഭിക്കുന്നതാണ് പെർഫോമൻസ്, സർട്ടിഫൈഡ് ഫോർ പെർഫോമൻസ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ. അതിന്റെ പെർഫോമൻസ്, നന്നായിട്ട് അതിന്റെ കർമ്മത്തെ നിർവഹിക്കുന്നു എന്നത് ടെസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതും കൂടി ലഭിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, അലൻടോയിൻ ഉപയോഗിച്ചിട്ടുണ്ട്, പ്ലസ് മിനറൽ കോംപ്ലക്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രയുമാണ് നമ്മുടെ ആക്റ്റീവ് ഫ്രഷ് ഷേവിംഗ് ജെല്ലിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് കടക്കാം അല്ലെ. അടുത്തതായിട്ടുള്ളതാണ് മോയ്സ്ചറൈസിങ് ഹാൻഡ് വാഷ്. അപ്പം ഇന്നത്തെ ഈ ഒരു സമയത്ത് ഇതിന്റെ ആവശ്യകത വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ഒരു കൊറോണ കാലത്ത്, ഈ ഒരു കോവിഡ് കാലത്ത് എല്ലാവരും അല്ലെ വളരെ വേഗത്തിൽ വിറ്റഴിക്കപ്പെട്ടു പോയ ഒരു വസ്തുവാണ്, ഒരു പ്രൊഡക്റ്റ് ആണ് ഹാൻഡ് വാഷ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രെയിനിങ് ഞാൻ ഈ ഒരു കൊറോണയ്ക്ക് മുൻപേ ആയിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമായിരുന്നു ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എങ്കിൽ ഇത് എത്ര കണ്ട ആൾക്കാർ ഇത് എടുക്കുമായിരുന്നു, ഉൾക്കൊള്ളുമായിരുന്നു? വളരെ ചെറിയ ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. കാരണം നമ്മൾ പൊതുവെ എപ്പോഴായിരുന്നു എല്ലാവരും ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും സദ്യക്കോ ഒക്കെ പോയി കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലെ ഹാൻഡ് വാഷ്. അത് ഉപയോഗിച്ചിട്ട് കൈ ജസ്റ്റ് ഒന്ന് കഴുകുന്നു. അപ്പൊ മാത്രമാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് വളരെയേറെ ജനങ്ങളും അല്ലെ. വളരെ ചുരുക്കം ജനങ്ങൾ മാത്രമാണ്, കേവലം 19% ആൾക്കാർ മാത്രമാണ് ടോയ്ലറ്റിൽ പോയിട്ടൊക്കെയും ഹാൻഡ് വാഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം പൊതുവെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താണ് അല്ലെ, സദ്യക്കോ അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് വിളിച്ച് പോകുമ്പോഴത്തേക്കും അന്യ വീടുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലെ ഹാൻഡ് വാഷ്. അതെടുത്ത് കൈ ഇങ്ങനെ കഴുകും. അപ്പൊ മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു വസ്തുവിന് ഇന്ന് വളരെയധികം പ്രാധാന്യമാണ് ഇന്നത്തെ ഈ ഒരു സമയത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നോളജ് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് അതിന്റെ ഗുണം എത്രത്തോളമാണ് ബാക്കിയുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സിനെ, ഹാൻഡ് വാഷിനെ അപേക്ഷിച്ച് നമ്മുടെ എലമെന്റ്സ് വെൽനെസിന്റെ ഹാൻഡ് വാഷിന് എന്ത് ഗുണങ്ങളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലെ. പോകെ പോകെ നമുക്ക് അടുത്ത സ്ലൈഡിലൊക്കെ വരുമ്പോഴത്തേക്കും പറയാം. നമുക്ക് നോക്കാം. ഹാൻഡ് വാഷ് എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള അല്ലെ, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതൊരു UV റേസിൽ, അൾട്രാ വയലറ്റ് റേസിൽ എടുത്തിട്ടുള്ള പിക്ചേഴ്സ് ആണ്. എപ്രകാരമാണ് കൈ കഴുകാതെ ഇരിക്കുമ്പോഴുള്ള ഒരു ചിത്രമാണ് ആദ്യത്തേത്. കൈ കഴുകിയതിനു ശേഷം 30 സെക്കൻഡുകളോളം കൈ കഴുകിയതിനു ശേഷമുള്ള ചിത്രമാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം അല്ലെ, ഒരുപാട് ജേംസ് ഒക്കെയാണ് അവിടെ അടങ്ങിയിട്ടുള്ളത്. ആ കൈ വാഷ് ചെയ്തതിനു ശേഷം എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആണ് അല്ലെ, ഒരു ജേംസ് ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അത്രയധികം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഹാൻഡ് വാഷിന് ഉള്ളത്. ഹാൻഡ് വാഷ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻസിനെ തടയുന്നു. എങ്ങനെയാണ് ഇൻഫെക്ഷൻസിനെ തടയുന്നു എന്ന് പറയുന്നത്? എന്താണ്? കൈ എങ്ങനെയാണ്? കാരണം കയ്യിൽ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും തൊടുന്നു, പോകുന്ന സ്ഥലത്തിൽ ഇപ്പം നടക്കുകയാണെങ്കിൽ അതിന്റെ കൈവരിയിലൂടെ പിടിച്ചുകൊണ്ട് നടക്കുന്നു അല്ലെ, നമ്മൾ ഇരിക്കുമ്പോൾ കസേരയിൽ പിടിക്കുന്നു, ടേബിളിൽ പിടിക്കുന്നു, അങ്ങനെ പല സ്ഥലങ്ങളിലാണ് പിടിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ എന്താണ് പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ പിടിച്ച അവിടെ ഇവിടെയൊക്കെ തൊട്ട ഈ ഒരു കൈ കൊണ്ടാണ് നമ്മൾ പിന്നെന്താ കണ്ണ് തിരുമുന്നു, അല്ലെങ്കിൽ മൂക്ക് ചൊറിയുന്നു, അല്ലെങ്കിൽ ഇനിയോ വായിലേക്ക് ഒക്കെ ഈ കൈ തന്നെയാണ് പോകുന്നത്. അപ്പൊ ഈ ബാക്ടീരിയാസിനൊക്കെ എന്താണ് ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ് തുറന്നു കിട്ടുന്നത്. അതുവഴി പലതരത്തിലുള്ള രോഗങ്ങളിലേക്കാണ് നയിക്കുന്നത്. പ്രധാനമായിട്ടും ഡയേറിയ, അതായത് അതിസാരം, വയറിളക്കം എന്ന് പറയും. പിന്നെയോ ശ്വാസ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, സ്കിൻ ഡിസീസസ്, പലർക്കും ഇച്ചിങ്, ചൊറിച്ചിൽ ഉണ്ടാകാറുണ്ട്. പിന്നെയോ കണ്ണില് ഇൻഫെക്ഷൻസ്, കണ്ണില് ചൊറിച്ചില്, കണ്ണ് റെഡ് കളറിലായിട്ട് വരാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ
ഒക്കെ ഉള്ള കാരണം എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ്സ് ആണ്. അതായത് ബാക്ടീരിയാസും ഒക്കെ നിറഞ്ഞിട്ടുള്ള കൈ കൊണ്ട് നമ്മൾ ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ തൊടുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. പലതരത്തിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്നും പറയുന്നത് കൈയൊന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കാതെ വരുമ്പോൾ, ആ ഒരു മലിനമായിട്ടുള്ള ഒരു കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു പ്രശ്നം വളരെ അധികമായിട്ട് കാണുന്നത് വാർദ്ധക്യത്തിലേക്ക് കടന്നവർക്കും അതേപോലെ തന്നെ കുട്ടികളിലുമൊക്കെ ആണ്. പ്ലസ് ആരിലും കൂടിയിട്ടാണ്? ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ, അതായത് പൊതുവെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാർക്കുമൊക്കെയാണ് എങ്കിൽ വളരെ വേഗത്തിൽ ബാക്ടീരിയാസും വൈറസും ഒക്കെ ശരീരത്തിന്റെ അകത്തേക്ക് കടക്കുമ്പോഴത്തേക്കും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശക്തി ശരീരത്തിനുണ്ടോ? ഇല്ല. അപ്പം ഈ രോഗം ഇങ്ങനെ ഈ രോഗത്തിന് കാരണമാകുന്ന വൈറസും ബാക്ടീരിയാസും ഒക്കെ ശരീരത്തിൽ കടക്കുന്ന ആ സമയത്ത് തന്നെ അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയും ഒക്കെയാണ് അത് നശിപ്പിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന കുറച്ച് ഫാക്റ്റിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫുൾ ലോകത്തെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള മരണത്തിന്റെ കണക്ക് എടുക്കുകയാണെങ്കിൽ 18 മില്യൺ കുട്ടികൾ മരിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ഡയേറിയ മൂലമാണ്. അതായത് അതിസാരം മൂലവും ന്യൂമോണിയ മൂലവുമാണ്. ഈ 2 രോഗങ്ങളാണ് ഏറ്റവും കുട്ടികളെ കൊല്ലുന്ന രോഗങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്ന 2 രോഗങ്ങളാണ് അതിസാരം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അതേപോലെ ശ്വാസ സംബന്ധം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും. നിങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് പരിശീലിപ്പിക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് ഒരുപാട് കുട്ടികളെയാണ് രക്ഷിക്കാനായിട്ട് കഴിയുന്നത്. എങ്ങനെ എത്ര റേഞ്ചിൽ കുട്ടികളെ നമ്മൾക്ക് രക്ഷിക്കാനായിട്ട് കഴിയും? ഈ പറയുന്ന ഡയേറിയ, അതിസാരം മൂലം മരിക്കാൻ സാധ്യതയുള്ള കുട്ടികളെ 3 പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാളെ വെച്ച് നമ്മൾക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ശ്വാസ തടസ്സം മൂലം മരണത്തിലേക്ക് പോകുന്ന 5 കുട്ടികളെ എടുത്താൽ അതിൽ ഒരാളെ വീതം നമുക്ക് കൃത്യമായിട്ട് ഹാൻഡ് വാഷ്, കൈകളിൽ കൃത്യമായിട്ട് കഴുകി സംരക്ഷിക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലെ, രാവിലെ എണീറ്റ പാടെ മുഖം കഴുകിയിട്ട് ബ്രഷ് ചെയ്യണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ കുട്ടികളിലെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹാൻഡ് വാഷ്. ഇന്നത്തെ ഈ ഒരു കാലത്തില് അതിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം വലുതാണ് അല്ലെ. അപ്പം ആ ഒരു മാർഗം മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനായിട്ടുള്ളൂ അല്ലെ. മാസ്ക് ധരിക്കുക, കൈകൾ അവിടെ ഇവിടെ ഒന്നും പിടിക്കാതിരിക്കുക, കൈ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ ഉപയോഗിക്കുക, ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത് വഴി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ബാക്ടീരിയാസിനെ നമുക്ക് അതിന്റെ അളവിൽ വളരെ വലിയൊരു കുറവിലേക്ക് നമുക്ക് അതിലെ ഈ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത് വഴി ചെയ്യാനായിട്ട് കഴിയും. എന്താണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു പനി വന്നു, ഒരു ജലദോഷം വന്നു, ഒരു ഡോക്ടർ ഒരു മരുന്ന് എഴുതും അല്ലെ. പിന്നീട് അതിലെ ആ കോൾഡ് ജലദോഷം വരുമ്പോഴത്തേക്കും ഡോക്ടർ അതേ മരുന്നാണോ എഴുതുന്നത്? അല്ല. അങ്ങനെ കുറെ കാലം കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഡോസ്, അതിന്റെ mg കൂടുതലായിട്ടാണ്. ഇപ്പൊ 50 mg ആണെങ്കിൽ 100 mg ഒക്കെയാണ് എഴുതുന്നത്. കാരണം എന്താണ്? ഈ കഴിച്ച 50 mgയിലെ ആ ഒരു ബാക്ടീരിയാസിന് എന്ത് സംഭവിച്ചിരിക്കുകയാണ്? അതിനോട് നമ്മൾ കഴിക്കുന്ന ആന്റിബയോട്ടിക്സിന് എതിരെ ഒരു പ്രതിരോധമാണ് ബാക്ടീരിയാസിൽ ഉണ്ടാകുന്നത്. പിന്നെ അതേ മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അതിൽ ചില ബാക്ടീരിയാസ് ഒക്കെ ഈ ഉപയോഗിച്ചിട്ടുള്ള ആന്റിബയോട്ടിക്സ് കാരണം ചത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്നാൽ കുറച്ച് ബാക്ടീരിയാസ് ഒക്കെ എന്താണ്, അതിനെതിരെ പ്രതിരോധനം അവരിൽ ഉണ്ടാവുകയും പിന്നീട് ഈ ഒരു ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത് വഴി അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു എഫക്റ്റും അതുകൊണ്ട് ഈ കഴിച്ച ആന്റിബയോട്ടിക്സ് കൊണ്ട് ഉണ്ടാകുന്നില്ല. അപ്പം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ബാക്ടീരിയാസ് എന്ന് പറയുന്നത് അതാണ്. അപ്പം എന്താണ് പിന്നീട് ആവശ്യമായിട്ടുള്ളത്? കുറച്ചുകൂടി മൂർച്ചയേറിയ ഡോസിൽ കുറച്ചുകൂടി mg അധികമായിട്ടുള്ള അളവിൽ കഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കുറെ കാലം അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും എന്ത് സംഭവിക്കും? ബാക്ടീരിയാസിന് അതിനോടും പ്രതിരോധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ ഡോസ് കൂട്ടി അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ബാക്ടീരിയാസിന്റെ അളവിൽ നമ്മൾ കുറവ് വരുത്തണം അല്ലെ. അതിനായിട്ട് സഹായിക്കുന്ന ഒരു വലിയൊരു ഘടകം എന്ന് പറയുന്നതാണ് ഹാൻഡ് വാഷ് എന്ന്
പറയുന്നത്. നമ്മൾക്ക് ഈ ഒരു ഹാൻഡ് വാഷ് വഴി 30% അതിസാര സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളെ നമ്മൾക്ക് പരിഹരിക്കാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ 20% ശ്വാസകോശ സംബന്ധ പ്രശ്നങ്ങളെയും നമ്മൾക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ഹാൻഡ് വാഷ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴൊക്കെയാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് കൈകള് വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കേണ്ടത്? ടോയ്ലറ്റിൽ പോയതിനു ശേഷം, കുട്ടികളുടെ നാപ്പീസ് ഒക്കെ ചേഞ്ച് ചെയ്തതിനു ശേഷം, ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപും അതിനുശേഷവും, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും. ഇപ്പം വയസ്സായിട്ടുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ അസുഖം വരുന്നതിന് ശേഷമോ ഒക്കെ അപ്പം അവരെയൊക്കെ ഒന്ന് കെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കൈ വൃത്തിയായിട്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകണം. പിന്നെയോ ഇപ്പൊ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ സ്മോക്കിങ്ങിന് ശേഷം കൈ കഴുകണം. അതേപോലെ തന്നെ വീട്ടില് മൃഗങ്ങളെയൊക്കെ പെറ്റ് ആനിമൽസിനെയൊക്കെ വളർത്തുന്നവരുണ്ടാവും. അപ്പൊ അത്തരത്തിൽ വളർത്തുന്നവര് ആ പെറ്റ് ആനിമൽസിനെയൊക്കെ എടുത്തതിന് ശേഷവും കൈ കഴുകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പം ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ കൈകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത്. ഇന്ന് ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ മാത്രമാണോ നമ്മൾ കൈ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത്? അല്ല, ഇന്ന് ഇടയ്ക്കിടയ്ക്ക് കൈ നമ്മൾ വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കണം. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലാണല്ലേ പിടിക്കുന്നത്. അവിടെ ഒക്കെ ആ വൈറസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾക്ക് മുൻപ് വന്നു പോയ ആ ഒരു ആള് എന്ന് പറയുന്നത് ഈ പറയുന്ന കൊറോണ കാരിയർ ആണോ എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുകയാണ് എങ്കിൽ ആ ഒരു വസ്തുവിൽ പിടിക്കുന്നത് വഴി ഒക്കെയും നമ്മൾക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ മോയ്സ്ചറൈസിങ് ഹാൻഡ് വാഷ്. എലമെന്റ്സ് വെൽനസിന്റെ റോസും ഗ്ലിസറിനും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ മോയ്സ്ചറൈസിങ് ഹാൻഡ് വാഷ്. അപ്പം എന്തൊക്കെയാണ് ആ ഒരു ചിത്രത്തിലുള്ളത് പോലെ തന്നെ ഒരു റോസ് കളറാണ് അല്ലെ. എന്താണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്? റോസ് എക്സ്ട്രാക്ട് ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിന് നല്ലൊരു മോയ്സ്ചറൈസിങ് കർമ്മത്തോടൊപ്പം തന്നെ ഇതിന് എന്ത് കർമ്മം കൂടിയിട്ടുണ്ട്? നീർക്കെട്ടുകളൊന്നും ഇല്ലാതാക്കുകയും കൂടി ഇത് ചെയ്യുന്നുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി കർമ്മം കൂടി ഇത് ചെയ്യുന്നുണ്ട്. കൈകളിൽ എന്തെങ്കിലും തരത്തിലുള്ള റെഡ്നെസ്സോ ചുമപ്പ് വരുന്ന കളറിലോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഇത് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. മുറിവ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഉണക്കാനും കൂടി സഹായിക്കുന്നു. അടുത്തതായിട്ടുള്ളതാണ് ഓട്ട് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്. ഓട്സിൽ നിന്നും എടുത്തിട്ടുള്ള അമിനോ ആസിഡ് ഡെറിവേറ്റീവും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിന്റെ pH ലെവലിനെ കൃത്യമാക്കിക്കൊണ്ട് പോകുന്നു. അപ്പൊ pH എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ പറഞ്ഞിരുന്നു. pH നമ്മുടെ ശരീരത്തിലെ ആസിഡ് ബേസ് ബാലൻസ് കൃത്യമായിരിക്കണം. ഓരോ ഭാഗങ്ങളിലും ഓരോ pH ലെവൽ ഉണ്ട്. ഇപ്പൊ നമ്മുടെ സ്കിന്നിന്റെ കാര്യം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്കിന്നിന്റെ pH എന്ന് പറയുന്നത് 4 മുതൽ 6 ആണ്. അതായത് വീക്ക്ലി അസിഡിക് ആയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഈ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യണം എന്നില്ല. അപ്പൊ അങ്ങനെ വരാത്ത പക്ഷം എന്തുണ്ടാകുന്നുണ്ട്? ആ ഒരു സ്കിന്നിന്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു pH തകരാറിലാവുകയും അതുമൂലം പലതരത്തിലുള്ള ചൊറിച്ചിൽ ഉണ്ടാവുക, റെഡ്നെസ് ഉണ്ടാവുക, പിന്നെന്താണ് റാഷസ്, ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാവുക ഒക്കെയും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഹാൻഡ് വാഷിൽ എന്ത് ചേർത്തിട്ടുള്ളത്? ഓട്ട് അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ചേർത്തിട്ടുള്ളത്. ഇത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ pH-നെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒന്നാണ്. അടുത്തതായിട്ടുള്ളതാണ് ഗ്ലിസറിൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ഗ്ലിസറിൻ എന്ന് പറയുന്നത് അതൊരു പവർഫുൾ ഹ്യൂമെക്ടന്റ് ആണ്. എന്താണ് അപ്പം ഹ്യൂമെക്ടന്റ്? ഞാൻ മുൻപേ നമ്മുടെ സ്കിൻ കെയറിലൊക്കെ പറഞ്ഞിരുന്നു. ഹ്യൂമെക്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത്. എന്താണ് ഹ്യൂമെക്ടന്റ്? ഒന്ന് ഓർത്തു നോക്കൂ. ഹ്യൂമെക്ടന്റ് എന്തായിരുന്നു? ഹ്യൂമെക്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഈർപ്പത്തെ, മോയ്സ്ചറിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ്. എപ്രകാരത്തിലാണ് നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്നത്? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ആ ഒരു ഈർപ്പത്തെ, ആ ഒരു നനവിനെ വലിച്ചെടുക്കാനും അതോടൊപ്പം നമ്മുടെ കോശങ്ങൾ അകത്തെ സ്കിൻ സെൽസിലുള്ള ആ ഒരു ഈർപ്പത്തെ വലിച്ച് പുറത്തെയുള്ള ആ ഒരു സ്കിന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നതിനെയാണ് നമ്മൾ ഹ്യൂമെക്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഗ്ലിസറിൻ എന്ന് പറയുന്നത് വളരെ ശക്തമാർന്ന ഒരു ഹ്യൂമെക്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ മോയ്സ്ചർ നമ്മുടെ കൈകളിൽ ഈ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം നല്ലൊരു ഈർപ്പത്തെയാണ് നിലനിർത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന്. വളരെ വലിയൊരു വ്യത്യാസം എനിക്ക് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവായിട്ട് ബാക്കിയുള്ള മാർക്കറ്റിലുള്ള പ്രൊഡക്ട്സ് ഹാൻഡ് വാഷ് ഉപയോഗിക്കുമ്പോഴത്തേക്കും കൈ അത് വെച്ച് നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷം വളരെ വേഗത്തിൽ ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ പലരും പറഞ്ഞിരുന്ന ഒരു പ്രശ്നമായിരുന്നു ചൊറിച്ചിൽ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ഉള്ള
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഡ്രൈ ആകുന്നുണ്ട്, ചൊറിച്ചിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്കും അത്തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല. എന്താണ്, നല്ലൊരു ഒരു ഒരു നനവ്, ഒരു മോയ്സ്ചർ ആണ്, നല്ലൊരു ഫീലിംഗ് ആണ് നമ്മൾക്ക് ഈ ഒരു ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ഇതിൽ ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട്, റോസ് എക്സ്ട്രാക്ട് ഒക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം ഇത്രയുമാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? റോസ്, ഗ്ലിസറിന്, ഓട്ട് അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഒക്കെ ഉണ്ട്, പി എച്ചിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു, നല്ലൊരു സോഫ്റ്റ്നെസ് ആണ് നിങ്ങൾക്ക് തരുന്നത്, നമ്മുടെ കൈകളിലുള്ള ബാക്ടീരിയാസിനെ, ജേംസിനെ ഒക്കെയും ഇത് നീക്കം ചെയ്യുന്നു. വലിയൊരു പ്രധാനമായിട്ടും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ കൈകളുടെ പി എച്ചിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു. നല്ലൊരു മണവും കൂടിയിട്ടാണ് ഈ നമ്മുടെ ഹാൻഡ് വാഷിന് ഉള്ളത്. അത്രയുമാണ് നമ്മുടെ എലമെന്റ്സ് വെൽനെസിന്റെ ഹാൻഡ് വാഷ്. ഇപ്പം നിങ്ങൾക്കറിയാം, പല പല വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അല്ലെ, ഈ പ്രകാരമാണ് കൈ കഴുകേണ്ടത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. അപ്പം എത്ര നേരമാണ് കൈ കഴുകേണ്ടത്? 20 സെക്കൻഡ് ആണ് കൈ കഴുകേണ്ടത് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട്. എപ്രകാരമാണ് കൈ കഴുകേണ്ടത്? ആദ്യം നല്ല പോലെ കൈ കഴുകണം. പിന്നെയോ അല്ലെ, ഇതിന്റെ ബാക്ക് സൈഡിൽ, രണ്ട് കൈയിന്റെയും ബാക്ക് സൈഡിൽ കഴുകണം. പിന്നെയോ വിരലിന്റെ ഇടയിലായിട്ട് അല്ലെ, വിരലിന്റെ ഇടയിലൂടെ കഴുകേണ്ടതാണ്. പിന്നെയോ നമ്മുടെ തമ്പ് ഫിംഗർ, നമ്മുടെ തള്ളവിരലില് അവിടെയുള്ള ഭാഗങ്ങളിൽ രണ്ട് വിരലിലെയും നല്ല പോലെ ക്ലീൻ ചെയ്യണം. പ്ലസ് നമ്മളുടെ നഖം അല്ലെ, ഇങ്ങനെ നഖവും ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളതാണ്. നഖവും കൂടി ക്ലീൻ ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ ആർക്കോ വേണ്ടിയിട്ട് പോയി വെറുതെ ഒരു ഹാൻഡ് വാഷ് എടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് വരരുത്. കാരണം വെറുതെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് അതിന്റെയും യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നേരെ തിരിച്ച് അതിന്റെ ബാക്കില് നമ്മുടെ ഫിസ്റ്റ്, നമ്മുടെ തമ്പില്, നമ്മുടെ ഫിസ്റ്റില്, നഖത്തിലും ഒക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് അല്ലെ, വളരെ സമയമെടുത്ത് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയുമാണ് നമ്മുടെ മോയ്സ്ചറൈസിങ് ഹാൻഡ് വാഷിനെ പറ്റി പറയാനുള്ളത്. അടുത്ത പ്രൊഡക്റ്റിലേക്ക് കടക്കാം. അടുത്ത പ്രൊഡക്റ്റ് ആണ് പ്രൈവി വാഷ് എന്ന് പറയുന്നത്. അപ്പം ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഇത് തീർത്തും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രൈവി വാഷ്. അതാണ് പ്രൈവറ്റ് പ്ലേസസിന്റെ ശുചിത്വം കൃത്യമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഒരിക്കലും പറയില്ല സ്ത്രീകൾ മാത്രം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കണം എന്ന് പറയില്ല. കാരണം പുരുഷന്മാർ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്ക് ചിലപ്പം കല്യാണം കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ സഹോദരിമാരുണ്ടാകും, മക്കളുണ്ടാവും, മക്കളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വളരെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എലമെന്റ്സ് വെൽനെസിന്റെ പ്രൈവി വാഷ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ട്രെയിനിങ്ങിൽ നിങ്ങൾ സ്ത്രീകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തി ഇത് കാണേണ്ടതാണ്. അപ്പം എന്തിനാണ് ഈ ഒരു പ്രൈവറ്റ് ഭാഗത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മളുടെ ഫേസിന്റെ, ഇപ്പൊ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ അല്ലെ, രോമത്തിന്റെ കാര്യം അല്ലെ, ആക്റ്റീവ് ഫ്രഷ് ജെല്ലിന്റെ കാര്യം പറഞ്ഞു, സ്കിൻ കെയർ പറഞ്ഞു, ഫേസ് കെയർ പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംരക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് സ്വകാര്യ ഭാഗം അല്ലെങ്കിൽ വജൈന എന്ന് പറയുന്ന ഒരു ഭാഗം. എന്തുകൊണ്ടാണ് ആ ഒരു ഭാഗത്തെ ഇത്രയധികം സംരക്ഷിക്കണം എന്ന് പറയുന്നത്? കാരണം അതൊരു നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ഈ പറയുന്ന ഭാഗം, വജൈനയുടെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനെല്ലാം സ്വാഭാവികമായിട്ടും ഒരു രോഗപ്രതിരോധ ശേഷി ഉണ്ട് അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഈ വജൈനൽ ഏരിയന്റെ അവിടെയും. ആ ഒരു ഏരിയയുടെ pH എന്ന് പറയുന്നത് 3.5 മുതൽ 4.5 ആണ്. അതായത് അസിഡിക് pH ആണ്. 3.5 മുതൽ 4.5 ആണ് അവിടുത്തെ pH. അതായത് അസിഡിക് pH ആണ്, മറക്കരുത്. അപ്പം അവിടെയുള്ള ആ ഒരു അസിഡിക് pH, എന്തിനാണ് അസിഡിക് pHന്റെ ആവശ്യം എന്താണ്? കാരണം അവിടെ ഒരു ബാക്ടീരിയാസ് അവിടെയുണ്ട്. ആ ബാക്ടീരിയയാണ് ലാക്ടോബാസിലൈ ബാക്ടീരിയ. ആ ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള ഒരു pH ലാണ് ഇരിക്കുന്നത്. എന്തിനാണ് അസിഡിക് pH ഉണ്ടാവുന്നത്? കാരണം
നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതായിട്ടുള്ള ആ ഒരു ബാക്ടീരിയാസ് ഒന്നും അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയും അതുവഴി ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രൊട്ടക്ഷൻ, അവിടെ ഒരു സംരക്ഷണം നൽകണം വേണ്ടേ? അതിനായിട്ടാണ് ആ ഒരു ഭാഗത്തെ, ആ ഒരു സ്വകാര്യ ഭാഗത്തെ വജൈനൽ ഏരിയയുടെ pH ആസിഡിക് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇനി പറയുന്ന ആസിഡിക് pHൽ അല്ലാതെ ഇരിക്കുമ്പോൾ ഇനി പലതരത്തിലുള്ള സോപ്സ് ഒക്കെയും അവിടെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് സ്ത്രീകൾ. അപ്പൊ അത്തരത്തിൽ ഈ ഉപയോഗിക്കുന്ന സോപ്പിന്റെ ഒക്കെ pH എന്ന് പറയുന്നത് എത്രയാണ്? 8 മുതൽ 10 വരെയൊക്കെയാണ് അതിന്റെ pH എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ആൽക്കലൈൻ pH ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ആ ഒരു ഭാഗത്തിന് എന്ത് pH ആണ് വേണ്ടത്? ആസിഡിക് pH ആണ് വേണ്ടത്. പക്ഷെ ലഭിക്കുന്നുണ്ടോ സോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും? ഒരിക്കലുമില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് സ്ത്രീകൾ വന്ന് പറയാറുള്ളത്. ഭയങ്കരത്തിൽ ചൊറിച്ചില് ആ ഭാഗങ്ങളിൽ അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഭയങ്കര ഒരു ഒരു ഫൗൾ ഓർഡർ അല്ലെ, ഒരു ദുർഗന്ധം ആ ഒരു ഭാഗത്ത് നിന്നും വരാറുണ്ട്. ഡിസ്ചാർജസ്, പലതരത്തിലുള്ള വെള്ള വൈറ്റിഷ് ഡിസ്ചാർജുകളും ഒക്കെയാണ് എന്താണ് നമ്മൾ ആ ഒരു ഭാഗം കൃത്യമായിട്ട് ശുചിത്വമായിട്ട് നല്ല ശുചിയായിട്ട് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു അല്ലെ. കോമൺ ആയിട്ടും സോപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിന്റെ pH ഇതിനേക്കാളും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. സോപ്പ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ആ ഒരു pH തന്നെയാണ് തകരാറ് വരുന്നത്. നമ്മുടെ ശരീരത്തിന് ആ ഒരു ഭാഗത്ത് ആവശ്യമായിട്ടുള്ള ഗുഡ് ബാക്ടീരിയാസ്, നല്ല ബാക്ടീരിയാസ് ആയിട്ടുള്ള ലാക്ടോബാസിലൈ ബാക്ടീരിയാസിനെയാണ് അത് നശിപ്പിക്കുന്നത്. ഈ ലാക്ടോബാസിലൈ ബാക്ടീരിയ അവിടെ നശിച്ചു എന്നുണ്ടെങ്കിൽ എന്ത് വരും? അവിടെ ഇൻഫെക്ഷൻ, ഭാവിയിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഒരു കാരണവശാലും ആ ഒരു ഭാഗത്ത് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താണ്? ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. കോട്ടൺ അണ്ടർ ഗാർമെന്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫിസിക്കൽ ആക്ടിവിറ്റിക്കൊക്കെ ശേഷം ആ ഒരു ഭാഗം കൃത്യമായിട്ട് എന്താണ് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് സുഗാനാറ്റ 160 NC എന്ന് പറയുന്നത്. അത് നാച്ചുറൽ സർഫക്റ്റന്റ് ആണ്, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒന്നാണ്. അതായത് ആ ഒരു ഭാഗം ഞാൻ പറഞ്ഞു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ആ ഒരു ഭാഗത്ത് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ളത് വേണം അവിടെ ഉപയോഗിക്കാനായിട്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഏറ്റവും താഴെയാണ് സുഗാനാറ്റെ 160 NC എന്ന് പറയുന്നത് ഉള്ളത്. അതായത് അത് ഒരു തരത്തിലുമുള്ള സൈഡ് എഫക്ട്സോ ഒന്നും നമ്മുടെ സ്കിന്നിൽ അത് കാരണം അതുമൂലം ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ അത് എന്തിനേയും കൂടി പ്രിവെന്റ് ചെയ്യുന്നു? വളരെയുള്ള ആ ഒരു ഡ്രൈനെസ്സിനെയും കൂടി പ്രിവെന്റ് ചെയ്യുന്നു. ഈർപ്പത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നു. അവിടെയുള്ള ആ ഒരു pHനെയും നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നു. അടുത്തതാണ് കോക്കനട്ട് ഓയിൽ, നമ്മുടെ തേങ്ങ വെളിച്ചെണ്ണയിൽ നിന്നും വേർതിരിച്ച് എടുത്തിട്ടുള്ള കോള ലിപ്പിഡ് സിയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ബെനിഫിറ്റ്സ്, ഇതിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഒരു തരത്തിലും നമ്മുടെ അവിടെയുള്ള സ്കിന്നിന് ഇറിറ്റേഷൻ വരുത്തുന്നില്ല. ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റീസ് ഉണ്ട്, ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളുണ്ട്. വളരെ നല്ല രീതിയിൽ ആ ഒരു ഭാഗത്തെ ക്ലീൻ ചെയ്യാനായിട്ടും വളരെ സേഫ് ആയിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അടുത്തതാണ് ലാക്റ്റിക് ആസിഡ്, പാലിൽ നിന്നും എടുത്തിട്ടുള്ള ലാക്റ്റിക് ആസിഡ്. ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു ഭാഗത്ത് ലാക്ടോബാസിലൈ ബാക്ടീരിയാസ് ഉണ്ട് എന്ന്. അപ്പം അത് ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്. അതുവഴിയാണ് ആ ഒരു ഭാഗത്തെ pHനെ കൃത്യമാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പം അതിലും കൂടി നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യണ്ടേ? അതിനായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റില്, നമ്മുടെ പ്രൈവി വാഷിൽ എന്ത് ചേർത്തിട്ടുള്ളത്? ലാക്റ്റിക് ആസിഡ് ചേർത്തിട്ടുള്ളത്. അതുവഴി അവിടെയുള്ള നല്ല ബാക്ടീരിയാസിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു, ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് ചേർത്തിട്ടുള്ളത്? മിനറൽസ് ചേർത്തിട്ടുണ്ട്. പറഞ്ഞിരുന്നു നമ്മുടെ സ്കിൻ കെയറിന്, നമ്മുടെ ബോഡി കെയറിന്, പുരുഷന്മാരുടെ ഷേവിംഗ് ജെല്ലിലും ഒക്കെയും ഈ പറയുന്ന മിനറൽസ് ചേർത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു സ്വകാര്യ ഭാഗത്തെ സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സിന്റെ ശുചിത്വത്തിന് വേണ്ടിയിട്ടും എന്ത് ചേർക്കണം? മിനറൽസ് ചേർക്കണം. അതിനായിട്ട് വേണ്ടിയിട്ടാണ് സിങ്ക്, കോപ്പർ, മെഗ്നീഷ്യം ഇതിൽ ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉള്ളതാണ് അക്വാക്സൈൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ത് കർമ്മമാണ് അക്വാക്സൈൽ ചെയ്യുന്നത്? അത് നമ്മുടെ സ്കിന്നിലുള്ളത്, ഞാൻ മുൻപുള്ള സെക്ഷനിൽ പറഞ്ഞിരുന്നു,
ഈ കാണുന്നതാണ് നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ഫാക്ടർ എന്ന് പറയും, അതായത് NMF. നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ഈർപ്പത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഫാക്ടർ. അപ്പം അതിന്റെ അളവിനെ വർദ്ധിപ്പിക്കുകയാണ് അക്വാക്സൈൽ ചെയ്യുന്നത്. അതുവഴി ആ ഒരു ഭാഗത്ത് ഡ്രൈനെസ് ഒന്നും വരാതെ ആ ഒരു സ്കിന്നിനെ വളരെ നല്ല രീതിയിലാണ് സംരക്ഷിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൾഫേറ്റ് ഫ്രീ ആണ്, പാരാബിൻ ഫ്രീ ആണ്, ഡയോക്സിൻ ഫ്രീ ആയിട്ടുള്ള ഒന്ന് ആണ്. ഓക്കെ, അപ്പം ഇത് എല്ലാ തരത്തിലുള്ള സ്കിന്നിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നില്ല. ദീർഘകാലങ്ങളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മൈൽഡ് ആയിട്ടുള്ളതാണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൈവി വാഷ് എന്ന് പറയുന്നത്. ഇനിയും എന്തൊക്കെയാണ് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കാനായിട്ടുള്ളത്, അവിടുത്തെ pH എന്ന് പറയുന്നത് 3.5 മുതൽ 4.5 ആണ്. അതിനെ കൃത്യമാക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നു അവിടെയുള്ള ഹെൽത്തി ബാക്ടീരിയാസ്. ലാക്ടോബാസിലൈ ബാക്ടീരിയാസിന്റെ പ്രവർത്തനത്തെ വർദ്ധിപ്പിക്കുന്നു, അതിന്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു. അതുമൂലം അതിന്റെ തകരാറ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വജൈനോസിസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ. അതൊന്നും വരാതെ സംരക്ഷിക്കുന്നു. ആ ഒരു ഭാഗത്ത് അല്ലെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഈർപ്പത്തെ നൽകുന്നു. അതുവഴി ഇറിറ്റേഷൻസോ ചൊറിച്ചിലോ അൺപ്ലസന്റ് ആയിട്ടുള്ള ദുർഗന്ധമോ ഒന്നുമില്ലാതെ തരുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇതുവഴി തരുന്നത്. അപ്പൊ പ്രത്യേകിച്ചും നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മെൻസ്ട്രേറ്റിംഗ് സമയത്ത്, പീരീഡ്സിന്റെ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം പീരീഡ്സിന്റെ സമയത്ത് ആ ഒരു മെൻസ്ട്രൽ ബ്ലഡിന്റെ pH കുറച്ചുകൂടി കൂടുതലാണ്. അപ്പം ആ ഒരു pH എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു pHന്റെ താളം തെറ്റിക്കുകയാണ് പീരീഡ്സിന്റെ സമയത്ത് ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയത്ത് സ്വകാര്യ ഭാഗത്തിന്റെ സംരക്ഷണം വളരെ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയിട്ടാണ് നിങ്ങൾ പരിപാലിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മെൻസ്ട്രേറ്റിംഗ് സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പ്രഗ്നൻസിക്ക് ശേഷവും ഉപയോഗിക്കാവുന്നതാണ്. പ്രഗ്നൻസി അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഡെലിവറിക്ക് ശേഷവും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഫിസിക്കൽ കോണ്ടാക്ടിന് ശേഷവും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു ഭാഗത്തെ സംരക്ഷണം സ്ത്രീകൾ എല്ലാവരും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്രകാരമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഒരു 10 ml വീതമാണ് കൈകളിലേക്ക് എടുക്കേണ്ടത്. നല്ലപോലെ ആ ഒരു ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കഴുകി കളയാവുന്നതാണ്. രാവിലെയും രാത്രിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരിക്കലും കണ്ണിലേക്ക് കോണ്ടാക്ട് വരാതിരിക്കുക. ഇത് ഒരിക്കലും അകത്തേക്ക് കഴിക്കാനുള്ളതല്ല. അപ്പൊ അറിയാതെ പോലും അകത്തേക്ക് പോവരുത്. ഇത് എക്സ്റ്റേണൽ യൂസിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത്രയുമാണ് നമ്മുടെ പ്രൈവി വാഷിനെ പറ്റി പറയാനുള്ളത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? ഇതിന്റെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇത് സൾഫേറ്റ് ഫ്രീ ആണ്. സൾഫേറ്റ് ഫ്രീ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം സൾഫേറ്റ് ചേർന്നടങ്ങിയ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്കിൻ ഇറിറ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഡയോക്സിൻ ഫ്രീ ആണ്. ഡയോക്സിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദീർഘകാലങ്ങളായിട്ട് ഡയോക്സിൻ ചേർന്ന പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിന് കുറച്ചൊരു കാർസിനോജനിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ക്യാൻസർ സെൽസിനെ വർദ്ധിപ്പിക്കുന്നതിലൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഡയോക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഡയോക്സിനും ഇല്ല, സൾഫേറ്റും ഇല്ല. അപ്പം ബാക്കിയുള്ള പ്രൊഡക്ട്സ്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, സ്ത്രീകൾക്ക് അറിയാവുന്നതാണ്. അത്തരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിലൊക്കെ ഡയോക്സിൻ ചേർന്ന് വരുന്ന പ്രൊഡക്ട്സ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു മാരകമായിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ നമ്മുടെ പ്രൈവി വാഷിൽ ആഡ് ചെയ്തിട്ടില്ല. വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മുടെ പ്രൈവി വാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയും ആരെങ്കിലും നമ്മുടെ ഈ ഒരു ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെയും നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകളാണ്. ഒന്നുകൂടി ആ അറിവുകളെയൊക്കെ ഒന്ന് ഉറപ്പിച്ചു നിർത്താനായിട്ട് റിപ്പീറ്റേഷനും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിൽ ശ്രദ്ധിക്കുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായിട്ട് പറയാനുള്ളത്, ഇ കൊമേഴ്സിൽ അതായത് ഫ്ലിപ്കാർട്ട്, ആമസോണിലും ഒക്കെയും നമ്മളുടെ പ്രൊഡക്ട്സ് കണ്ടുവരാറുണ്ട്. അതിന്റെ ഒന്നും ഗ്യാരണ്ടി നമ്മുടെ കമ്പനി തരുന്നതല്ല. പലതിന്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്, പലതും ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണ്. പിന്നെ എവിടെ നിന്നുമാണ് നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കേണ്ടത്? നിങ്ങൾക്ക് ഇത് ആരാണോ പരിചയപ്പെടുത്തി തന്നത് അവരുടെ കൈകളിൽ നിന്നും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ട്, MI ഷോപ്പിന്റെ, അവിടെ നിന്നും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. MI ലൈഫ് സ്റ്റൈലിന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്നും, അല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തന്നത് അവരുടെ കൈകളിൽ നിന്നും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്.
അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണൽ കെയർ റേഞ്ചിൽ ഞാൻ പറഞ്ഞ അത്രയും പ്രൊഡക്ട്സിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി. Thank you for watching. For more business and product videos, subscribe the channel now.